ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ കിരൺ കറക്റ്റ് സമയത്ത് വന്നിട്ട് വിക്രത്തിനെ അടിച്ച് നിരപ്പാക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ചെറുതായിട്ട് സ്റ്റെഫിക്കും രണ്ടടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ശേഷം സ്റ്റെഫി പറഞ്ഞിട്ട് ഷോ ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറഞ്ഞിട്ട് മാഡം ക്ഷമിക്കണം, ഞങ്ങൾക്ക് കുറച്ച് അധികം ശത്രുക്കളുണ്ട്, അതുകൊണ്ടിട്ടാണെന്ന് പറയാണ്. കാർത്തിക ചോദിക്കുന്നുണ്ട് കിരണെ ഇനി ഇവനെ എന്ത് ചെയ്യാനാ പോണത്? ഇവനെ എന്തിനും പരോള് തരാൻ കുറച്ച് ദിവസം ഉണ്ടല്ലോ, ഇവൻ അതുവരെ ഹോസ്പിറ്റലിൽ പോയി കിടക്കട്ടെ, കല്യാണി നീയും വാ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് കിരൺ വലിച്ചഴിച്ച് കൊണ്ടുപോവാണ്. കാർത്തിക അടുത്ത് പറയുന്നുണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കൊന്ന് കല്യാണി പറയാണ്. ശേഷം സ്റ്റെഫി എടുത്ത് പറഞ്ഞു മാഡത്തിന്റെ ഐഡിയ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാ കൺസ്ട്രക്ഷനും ഇന്റീരിയർ വർക്കും ചെയ്ത് കാണിച്ചു തരാം. ശരി എന്ന് സ്റ്റെഫി പറയാണ്. ശേഷം എല്ലാവരും അവിടെ നിന്ന് പോവാണ്. സ്റ്റെഫി ആണെങ്കിൽ ആകെ വിഷമിച്ച് നല്ലൊരു അവസരം കിട്ടിയ എല്ലാം നശിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫി ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുക കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ ഗംഗപ്രസാദിനെയും അതുപോലെ തന്നെ രാഹുലിനെയാണ്. രണ്ടുപേരും കൂടി ജയിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വിക്രം ഇപ്പൊ പോയിട്ടുണ്ട്, എന്തായാലും സ്റ്റെഫിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അവരെന്തായാലും നല്ല അടിപൊളി പ്ലാൻ തന്നെ ഉണ്ടാക്കുവാങ്ങളെ, എനിക്കൊരു സംശയമില്ല. കാരണം സ്റ്റെഫി അത്ര മിടുക്കിയാണ്, എന്റെ മോളെക്കാളും മിടുക്കിയാണോ നിന്റെ സ്റ്റെഫി. പിന്നെ തീർച്ചയായിട്ടും അത് സ്റ്റെഫിനെ കുറിച്ച് അങ്കിളിനെ ശരിക്കും അറിയില്ല. അവളെ പെൺപുലി. ഞാനൊരു പെണ്ണായാലും എങ്ങനെയായിരിക്കും എന്റെ ബുദ്ധി, അതുപോലെ അവളുടെ ബുദ്ധി. അതുകൊണ്ടല്ലേ ഒരു പെണ്ണിന്റെ മുമ്പിൽ വീഴാത്ത ഞാൻ അവളുടെ മുമ്പിൽ വീണത്. അവൾ അത്രക്കും ബുദ്ധിമതിയാണ്, എന്റെ അതേ വേവ് ലെങ്ത് ആണ്. അതുകൊണ്ട് എന്തായാലും വിക്രത്തിന്റെ കൂടെ കൂടിയിട്ട് അവള് നമുക്ക് കേൾക്കാവുന്ന നല്ല വാർത്ത തന്നെ അവൾ കേൾപ്പിക്കും, ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവളത് പറയാം, എൻ്റെ അടുത്ത് വരുകയും ചെയ്യും. പിന്നെ അങ്കിളത്ത് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്താ അത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പാക്കുന്നതും അതുപോലെ തന്നെ ദ്രവിച്ചു പോണതായിട്ടുള്ളൊരു സംഭവം, അതിനെ ഇവിടുത്തെ ഈ വാതിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കിയാങ്കിളെ ഇവിടുത്തെ സെല്ലിലെ ഇരുമ്പൊക്കെ ചെറുതായിട്ട് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ശരിയാണല്ലോ നീ പറഞ്ഞത്. അതെ, പക്ഷേ ഇതിന് രണ്ട് ഇരുമ്പ് മാത്രം അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. അങ്കിളിന് എന്തായാലും കടക്കാൻ പറ്റില്ല. അങ്കിൾ അതിനു വേണ്ടി ശ്രമിക്കല്ലേ. അവസാനം ഞാൻ പണിയെടുത്തതൊക്കെ വെറുതെ ആയിപ്പോവും. ഇല്ലടാ, ഞാൻ അങ്ങനെ ചെയ്യന്നില്ല. അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? എന്റെ മോളെ അതുപോലെ തന്നെ അവളെ പറ്റിച്ച മനോഹർ ഇപ്പൊ അമേരിക്കയിൽ പോയിട്ടുണ്ടാവുമായിരിക്കും. ഞാനിതിനെ അവിടെ പോണത്, എനിക്ക് പോണോന്നില്ല, ആരെയും കാണണോന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങും. കണ്ടോ, എനിക്ക് കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഭാഗത്തിനെയാണ് എൻ്റെ രണ്ട് കമ്പി അങ്ങനെ വളച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ പോകും അങ്കിളെ. പോയി കഴിഞ്ഞിട്ട് ഞാൻ നല്ല ശുഭവാർത്ത തന്നെ തിരിച്ചു വരുമ്പോൾ അങ്കിളിനെ കേൾപ്പിക്കാം. എനിക്കിവിടുന്ന് തമിഴ്നാട്ടിലെ ജയിലിലേക്ക് പോയാലും കുഴപ്പമില്ല, അതിനു മുമ്പ് ഞാൻ കാർത്തികേനെയും കല്യാണിനെയും കിരണിനെയും ഒക്കെ ഇല്ലാതാക്കും അങ്കിളെ എന്നൊക്കെ പറയാണ്. രാഹുലിനെ കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട്. അങ്ങനെ ഗംഗെ നിന്നെ കാണാൻ വേണ്ടി ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയാണ്. അതാര? അവളായിരിക്കും, മിക്കവാറും സന്തോഷ വാർത്തനെ കേൾപ്പിക്കാൻ തന്നെയായിരിക്കും അങ്കിളെ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് വേഗം സ്റ്റെഫിനെ കാണാൻ വേണ്ടി വിസിറ്റേഴ്സ് റൂമിലേക്ക് പോകാട്ടോ. അപ്പൊ സ്റ്റെഫി വരുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും നടന്നോ? എന്ത് നടക്കാനാ, ഞാൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടെല്ലാം ചെയ്തതാടാ. കറക്റ്റായിട്ട് കല്യാണിനെയും കാർത്തികേനെയും ഞാൻ പറഞ്ഞ സ്പോട്ടിൽ പറഞ്ഞ സമയത്ത് ഞാൻ എത്തിച്ചതാണ്. വിക്രം അവിടെ കൂട്ടുകാരായിട്ട് വരുകയും ചെയ്തു. കുറെ ഇരുമ്പോലൊക്കെയും കത്തിയും സാധനങ്ങളൊക്കെ ആയിട്ട് അവൻ അവിടെ വന്നു കറക്റ്റ് സമയത്ത്. പക്ഷെ അവന് പുറകെ തന്നെ ആ കിരണും വന്നിടാന്ന് പറയാണ്. കുളമാക്കി വന്നിട്ട് അവൻ എല്ലാം കുളമാക്കി. കിരണാണെന്നുണ്ടെങ്കിൽ അവനെ ചതച്ചു ഇപ്പൊ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. അപ്പോ വിക്രം ഇപ്പൊ ഹോസ്പിറ്റലിലാണോ? അതേടാ, ഇനി അവന്റെ കാര്യമൊന്നും നോക്കണ്ട, അവനെ കൊണ്ടൊന്നിനും കൊള്ളില്ലടാ. അല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അവൻ നോക്കിയും കണ്ടു വരണ്ടേ. അവൻ വെറുതെ ആടാ. എന്തായാലും ഇനി അവന്റെ സഹായം ഒന്നും തേണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് സ്റ്റെഫി പറയാണ്. അല്ല, നിന്നോടുള്ള വിശ്വാസം അവർക്ക് പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ലടാ, അവർക്ക് എന്നെ വിശ്വാസമാണ്. ഞാൻ വിക്രം അങ്ങനെ ചതനെടുത്തപ്പോ ഒന്നല്ലാത്ത പോലെ എന്താ ഇത് എന്നൊക്കെ ചോദിച്ച് വിശ്വാസമൊക്കെ നേടിയിട്ടുണ്ട്. അവർക്കൊരു സംശയമില്ല. നീ നോക്കിക്കോ, ഞാൻ എന്തായാലും ശുഭവാർത്ത നിന്നെ കേൾപ്പിക്കും. വിക്രം എന്തായാലും പരോള് കഴിയുമ്പോഴേക്കും പരോള് ആ സമയം ഹോസ്പിറ്റലായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരുമ്പോഴേക്കും പരോളും കഴിഞ്ഞിട്ടുണ്ടാകും. എന്തായാലും ഇനി ഞാനെല്ലാം ചെയ്തോളാം. ശരിയടി, എനിക്ക് നിന്നിലാണ് പ്രതീക്ഷ. ഞാൻ മിക്കവാറും നാളെ മറ്റന്നാൾ ഇവിടുന്ന് ചാടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എങ്കിലും ശരിയടാ, നീ എത്രയും പെട്ടെന്ന് ചാടാണെങ്കിൽ എനിക്കൊരു കൂട്ടാകും എന്നൊക്കെ സ്റ്റെഫി പറയാട്ടോ. അങ്ങനെ സ്റ്റെഫി അവിടെ നിന്ന് പോവാണ്. സ്റ്റെഫി പോയി കഴിയുമ്പോഴേക്ക് രാഹുലിനോട് പറയുന്നുണ്ട് അവളാ വന്നത് സ്റ്റെഫി, വിക്രം ജയിലിലാണെന്ന്. വിക്രം ജയിലിലല്ല, വിക്രം ഹോസ്പിറ്റലിലാണെന്ന്. ഹോസ്പിറ്റലിലോ? അവൻ ഹോസ്പിറ്റലായോ? എങ്ങനെയാവാൻ? കിരൺ അടിച്ചു തകർത്തു. അതെങ്ങനെ? ഒന്നും പറയണ്ട. സ്റ്റെഫി കറക്റ്റായിട്ട് സ്പോട്ടിൽ കല്യാണിനെയും കാർത്തികിനെ എത്തിച്ചതാണ്. വിക്രം അവന്റെ കൂട്ടുകാരായിട്ട് വന്നപ്പോൾ പുറകെ കിരണും വന്നു. ശേഷം അവരെല്ലാം ഇടിച്ചു തതച്ച് അവൻ ഹോസ്പിറ്റലാക്കിയിട്ടാ പോയിരിക്കണത്. നല്ലൊരു അവസരം അവൻ പാഴാക്കിയല്ലോ. അല്ലെങ്കിലും അവനെ കൊണ്ടൊക്കെ ഡയലോഗ് പറയാനേ പറ്റുള്ളൂ. അവനെ വലിയ ശക്തിയൊന്നുമില്ല, വെറുതെ പൊണ്ണത്തടി പോലെ ഭക്ഷണം കഴിച്ച് വീർത്തല്ലാണ്ട് ഒരു ആരോഗ്യവും ഇല്ല അവന് എന്നൊക്കെ ഗംഗപ്രസാദ് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ
കിരണും കല്യാണിയും വിക്രത്തിനെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. വിക്രത്തിന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക കേട്ടോ. ശേഷം കിരൺ പറയണ്ട, കല്യാണി നമുക്ക് ഒരാളെ കാണാൻ വേണ്ടി പോകണം എന്ന് പറയണം. ആരാ കിരണേട്ട? വേറെ ആരുമല്ല, നിന്റെ അച്ഛന്. അച്ഛനെയോ? അച്ഛനെന്തിനാ കാണാൻ പോകുന്നത്? ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവനെന്തായാലും ഇവിടെ കിടക്കണം. അല്ല, അച്ഛനെ എന്തിനാ കിരണേട്ട കാണുന്നത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നിന്റെ അച്ഛൻ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇയാൾ പുറത്തേക്ക്, ഇവനിപ്പോ ഞങ്ങളൊക്കെ നിന്നെ കൊല്ലാൻ വേണ്ടി വന്നത്. അതിന് അച്ഛൻ അറിഞ്ഞു കാണില്ലായിരിക്കും. നമുക്ക് അവിടെ പോയി നോക്കാം. മിക്കവാറും അയാളുടെ ഒത്താശയോട് കൂടി തന്നെ ആയിരിക്കും ഇവൻ അതിനെ വന്നത്. എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാണ്. കിരണേട്ട ഞാൻ പറയട്ടെ, നീ ഒന്നും പറയണ്ട, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ വിളിച്ചോണ്ട് പോവാണ് നമ്മുടെ കിരൺ കേട്ടോ. അങ്ങനെ നേരെ എത്തുന്നത് പ്രകാശൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. ബെല്ലടിക്കുമ്പോൾ പ്രകാശൻ വാതിൽ തുറക്കുന്നുണ്ട്. പ്രകാശൻ വാതിൽ തുറക്കുമ്പോഴേക്കും ഇതാര്? കല്യാണി മോള് കിരൺ മോനുവാ, വാ വാ കേറി വാ. അത് തന്റെ സ്വീകരണം സ്വീകരിക്കാനെന്നല്ല ഞങ്ങൾ വന്നത്. എടോ, എന്റെ അച്ഛൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചിട്ട് താൻ അഭിനയിക്കുമായിരുന്നു അല്ലേ? എന്റെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി വിക്രത്തിനെ താൻ പറഞ്ഞയച്ചു അല്ലേ? മോനെ എന്തൊക്കെയാ പറഞ്ഞത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല മോനെ. താനെ അഭിനയിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി മോനെ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്താ സംഭവിച്ചതോ? തന്റെ പുന്നാര പുത്രനില്ലേ, അവനെ കല്യാണിനെ കാർത്തികനെ ഒരുമിച്ച് ഇല്ലാതാക്കാൻ നോക്കി ഒരു സ്പോട്ടിൽ വെച്ചിട്ട്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. രാവിലെ അവനിവിടെ നിന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയി തിരിച്ചപ്പോൾ അവനിവിടെ കാണുന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവനിവിടെ എങ്കിൽ തന്നെ ഉണ്ടാവുന്ന വിചാരിച്ചത് മോനെ എന്ന് പറയാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും അവനെ കണ്ടില്ല. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയാണ്. എനിക്ക് നല്ല സംശയമുണ്ട്, നിങ്ങൾ തന്നെ ഇതിനെ കാരണം എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട, അച്ഛാ സത്യം പറ അച്ഛാ, അച്ഛൻ എന്തെങ്കിലും അറിയാവോ? ഇല്ല മോളെ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. പിന്നെ കറക്റ്റ് ആയിട്ട് അവൻ എങ്ങനെ അവിടെ എത്തിയച്ചാന്ന് ചോദിക്കുകയാണ്. മോളെ സത്യമായിട്ട് എനിക്ക് അറിയില്ല മോളെ ഒന്നും. എന്തായാലും കല്യാണി ഇനി ഇയാളെ വിശ്വസിക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. കിരണേട്ട അത് പിന്നെ വേണ്ട കല്യാണി, ഇനി ഇയാളെ വിക്രം പരോളിൽ തിരിച്ചു പോണ വരെ ഇയാളിനി കാണാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ട. എനിക്ക് എന്തായാലും ഇയാളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇനി നീ ഇയാൾക്ക് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ട എന്ന് പറയാണ്. ശേഷം പ്രകാശനാകെ വിഷമമാണ് കേട്ടോ. കാരണം പ്രകാശൻ ഒരു തെറ്റും ചെയ്ത് സംശയിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പ്രകാശൻ ഈ വിക്രത്തിന്റെ സഹായിയായിട്ട് വിക്രത്തിന് ആരാണ് ഈ കറക്റ്റ് സ്ഥലം, കല്യാണി പോയ സ്ഥലം പറഞ്ഞു കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി പതിക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വിക്രത്തിന്റെ മനസ്സറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രകാശൻ തന്നെയാണ് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുന്നത്. കാരണം പ്രകാശനല്ല ഇതിന് ഉത്തരവാദി. വിക്രത്തിനോട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്തത് സ്റ്റെഫി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്, അത് ഗംഗാപ്രസാദിന്റെ ലവറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രകാശൻ തന്നെ മനസ്സിലാക്കി പ്രകാശൻ തന്നെ കല്യാണിന്റെ കിരണിന്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുകയും തെളിവോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ കല്യാണി പറയും, ഞാൻ പറഞ്ഞല്ലേ കിരണേട്ട, ഞാൻ പറഞ്ഞതല്ലേ കാർത്തിക ചേച്ചി, എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും പ്രകാശനെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യോട്ടെ കല്യാണി. എന്തായാലും വിക്രം ഇപ്പൊ ഹോസ്പിറ്റലിലായിട്ടുണ്ട്. പക്ഷെ ഗംഗപ്രസാദ് ഇറങ്ങാൻ പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിക്കുള്ളൂ. സരയു മനോഹറിനെ കൊല്ലുന്ന ഭാഗമൊക്കെ എന്തായാലും നാളെയല്ല, അത് കഴിഞ്ഞിട്ട് മറ്റന്നാളെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവാട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.